വിശുദ്ധ റമദാനിലെത്തുന്ന വിശ്വാസികളെ സ്വീകരിക്കാൻ മക്കയിലും മദീനയിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. മദീനയിൽ നാളെ മുതൽ റമദാൻ പദ്ധതി അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ വൻ ക്രമീകരണങ്ങളാണ് റെഡ് ക്രസന്റ് അതോറിറ്റിക്ക് കീഴിൽ മക്കയിലും മദീനയിലും ഒരുക്കിയിട്ടുള്ളത്. മക്കയിലെ ഹറം പള്ളിയിലെ എല്ലാ ഒരുക്കങ്ങളും അധികൃതർ പരിശോധിച്ചുറപ്പുവരുത്തിയിട്ടുണ്ട്. മദീന ഗവർണർ അമീർ ഫൈസൽ ബിൻ സൽമാൻ മസ്ജിദ് നബവി സന്ദർശിച്ച് വിവിധ സേവനങ്ങളും ഒരുക്കങ്ങളും വിലയിരുത്തി. മദീന മേഖലയിൽ 309 എമർജൻസി സെന്ററുകളിലായി 1600 ജീവനക്കാരെയാണ് റെഡ് ക്രസന്റ് അതോറിറ്റി നിയമിച്ചിട്ടുള്ളത്. ശവ്വാൽ 5 വരെ ഈ സേവനം തുടരും. മസ്ജിദ് നബവിയുടെ മുറ്റങ്ങളിൽ 4 സ്ഥലങ്ങളിലായി അത്യാധുനിക സജ്ജീകരണങ്ങളോടെയുള്ള വൈദ്യപരിചരണ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. അതേസമയം മദീനയിലുടനീളം 62-ലധികം ആംബുലൻസ് ടീമുകൾ മുഴുവൻ സമയവും പ്രവർത്തിക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനായി എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. റെഡ് ക്രസന്റിന്റെ 600ഓളം ഔദ്യോഗിക ജീവനക്കാർക്ക് പുറമെ 1000ഓളം സ്ത്രീ പുരുഷ വളണ്ടിയർമാരും മുഴുവൻ സമയവും സേവന സന്നദ്ധരായുണ്ടാകും. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.